നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്ന് കേട്ട വചനം വ്യാപാരം ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ഭയങ്കര കാറ്റും തിരമാലയും കൊടുങ്കാറ്റും എല്ലാം കൊണ്ടും ധൈര്യവും ചോർന്നുപോയി. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതായി. ആ കഷ്ടതയിൽ പിറുപിറുത്തു, ശപിച്ചു. ഒന്നുമല്ല, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ഒരുമിച്ചൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ വെള്ളത്തിൽ മുക്കിയെന്നല്ല, അവരെ അവിടെ നിന്ന് രക്ഷിച്ചു. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തിച്ചു എന്നാണ്. എത്തിക്കും കേട്ടോ. എവിടെയും വഴിക്കിട്ടിട്ട് പോകുന്ന ദൈവമല്ല, എത്തിക്കും. സുരക്ഷിതമായി നിന്നെ എത്തിക്കും. നീ അവിടെ ആഗ്രഹിച്ച സത്യമാണേൽ അവിടെ എത്തും. ആഗ്രഹിച്ച സത്യമാണേൽ അവിടെ എത്തും. ആഗ്രഹിച്ച സൗഖ്യം നീ അനുഭവിക്കും. ആഗ്രഹിച്ച വിടുതൽ നീ അനുഭവിക്കും. ആഗ്രഹിച്ച സന്തോഷം നീ എത്തും. ആഗ്രഹിച്ച കുടുംബജീവിതം നിനക്ക് ദൈവം തരും. ആഗ്രഹിച്ച തലങ്ങളിലേക്ക് നിന്റെ മക്കൾ വളരും. എല്ലാ അനുഗ്രഹവും നിനക്ക് തരട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നിനക്ക് തരട്ടെ. പരിശുദ്ധാത്മാവും നിങ്ങൾ നിറയട്ടെ. നാളത്തെ ദിവസവും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് ഈ വചനം എത്തിക്കണമേ. പലരും ഈ വചനം കേൾക്കട്ടെ. അനേകർ ദൈവത്തെ അറിയാനുണ്ട്, ദൈവത്തിലേക്ക് വരാനുണ്ട്. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.